ഓണത്തിന് കട്ടത്തൈര് ഉണ്ടാക്കണ്ടേ? തൈര് നന്നായാൽ ഓണക്കറികൾക്കൊക്കെ രുചി കൂടും. 2 മിനിറ്റ് പോലും ഇല്ലാത്തൊരു ചെറിയൊരു വീഡിയോ ആണ്, ഒന്ന് കണ്ടു നോക്കണേ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരിന് ഒരു പ്രത്യേക രുചിയും ആരോഗ്യകരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇതുപോലെ ഓണക്കറികൾക്കെല്ലാം തൈര് ഒരു അത്യാവശ്യ ഘടകമാണല്ലോ. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ലിറ്റർ പാലാണ്, അതായത് 250 ml കപ്പിന് 2 കപ്പ് പാല് ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് സ്റ്റൗ കത്തിച്ച് വെക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു തവിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഇതുപോലെ ഇട്ടിട്ട് ഫ്ലെയിം അങ്ങ് മിനിമത്തിലാക്കിയിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും ജോലിക്ക് പോകാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയതാണ്. അപ്പോൾ കുറച്ച് വറ്റിയിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടി ഒരു 15 മിനിറ്റ് കൂടെ കിടക്കണം. അപ്പോഴേ ഇത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പറ്റും. ഇപ്പോൾ ഒരു അരമണിക്കൂറോളമായി, നമ്മൾ അടുത്ത് നിൽക്കണമെന്നേ ഇല്ല. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി കൂടുതൽ വറ്റണ്ട, ഇത്രയും മതി. ഇപ്പോൾ ഒരു കപ്പിൽ ഒഴിച്ചാൽ 1 കപ്പ് ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ 2 കപ്പാണ് ഒഴിച്ചത്, 1 കപ്പായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയ ശേഷം ചെറിയൊരു ചൂട് വേണം. ആ സമയത്ത് 1 ടീസ്പൂൺ തൈര്, നല്ല കട്ടിയുള്ള തൈര് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക. ഒരു 8 മുതൽ ഒരു 12 മണിക്കൂർ വരെ, ടെമ്പറേച്ചറിൻ്റെ അനുസരിച്ചിരിക്കും. രാത്രി ഒഴിച്ചു വെച്ചാൽ രാവിലെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ള തൈര് നമുക്ക് കിട്ടും. നല്ല തൈര് കിട്ടാനായിട്ട് 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പാലിൽ ഈർപ്പം കുറവായിരിക്കണം, അതായത് വെള്ളം അധികം പാടില്ല. വറ്റിക്കുക. ഉറ ഒഴിക്കുമ്പോൾ ആ ചെറിയ ചൂട് വേണം. 1 കപ്പ് പാലിന് ഏകദേശം 1 സ്പൂണോളമൊക്കെ മതിയാവും. തൈരിന് വേണ്ടി ഒഴിക്കുന്ന ഉറ നല്ലതായിരിക്കണം. പിന്നെ ഈ ഉറ ഒഴിക്കാനുള്ള തൈരിൻ്റെ അളവ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ പാലൊക്കെ ഇപ്പോഴേ വാങ്ങി റെഡിയാക്കി തൈര് സെറ്റ് ചെയ്ത് അധികം പുളിക്കാതെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നാൽ മതി. കറികൾ ഉണ്ടാക്കുന്ന സമയത്തെടുത്ത് ചേർത്താൽ മതിയല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.